മാങ്ങ കൊണ്ട് ലഡു ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണിത്. വീട്ടിലുള്ള ഒരു 3-4 ഇൻഗ്രീഡിയൻസ് മതി ഈ ഒരു മാംഗോ ലഡു ഉണ്ടാക്കാനായിട്ട്. വെറും 10 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. 2 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 മാങ്ങയാണ്. ഇത് തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പുളിയില്ലാത്ത നല്ല മധുരമുള്ള മാങ്ങ വേണം കേട്ടോ എടുക്കാനായിട്ട്. മാങ്ങയുടെ രുചിക്ക് അനുസരിച്ച് ലഡുവിൻ്റെ ടേസ്റ്റും വ്യത്യാസം ഉണ്ടായിരിക്കും. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കത്തിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. 1/2 കപ്പ് മാംഗോ പൾപ്പിൻ്റെ അളവുകളാണ് പറയുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ചെറുനാരങ്ങ നീരാണ്. ഒരു 1/4 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് അതും ചേർത്ത് കൊടുക്കാം. വേണ്ടില്ല, ഇതിപ്പം നല്ലതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഒന്ന് ലൂസായിട്ട് വരും, അതിനുശേഷം തിക്കായതാണ്. അത് വീഡിയോയിൽ കിട്ടിയില്ല. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണും കൂടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ചേർത്തതിന് ശേഷം നല്ല ഇളക്കി നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. നന്നായിട്ടൊന്ന് ടൈറ്റാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. അടുപ്പത്ത് തന്നെ വെച്ച് ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ ടൈറ്റായി വരും. പെട്ടെന്ന് തന്നെ ടൈറ്റായിട്ട് വരുവേ. അതുകൊണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകത്തിന് എടുത്തിരുന്നാൽ മതി. കയ്യിൽ പറ്റാത്ത പരുവം. ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം. തണുക്കാൻ വേണ്ടി അടച്ചു വെക്കുന്ന സമയത്ത് പ്ലേറ്റ് വെച്ച് അടയ്ക്കരുത്. ഒരു തുണിയിട്ട് മൂടി വെക്കാം, അല്ലെങ്കിൽ ഒരു പേപ്പർ ഇട്ട് അടച്ചു വെക്കാം. അതുപോലെ കൊട്ടേൻ്റെ അതിട്ട് അടയ്ക്കാം. എന്നുവെച്ചാൽ വെള്ളം വീഴരുത്, ആവി വെള്ളം. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ക്രഷ് ചെയ്തതും കുറച്ച് പിസ്ത ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ചേർക്കണമെന്നില്ല, ഒരു ഇടയ്ക്ക് കടിക്കാൻ ഒരു ടേസ്റ്റാണ്, അതിനുവേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഈ ലഡു കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് പഞ്ചസാര കടിക്കാൻ കിട്ടുമ്പം അതിനൊരു പ്രത്യേക രുചിയാണ്. അതിനുവേണ്ടി ചേർക്കുന്നത്. അതുകൊണ്ട് തണുത്തതിന് ശേഷം മാത്രമേ ഈ പഞ്ചസാര ചേർക്കാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് മെൽറ്റായി പോകും. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി അങ്ങ് ഉരുട്ടിയെടുക്കാം. ഒരേ അളവ് കിട്ടാനായിട്ട് ഞാനൊരു ടേബിൾ സ്പൂണിൻ്റെ അളവെടുത്ത് ആ ഒരു ക്വാണ്ടിറ്റിയാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പം എല്ലാ ലഡുവും ഏകദേശം ഒരേ സൈസിൽ കിട്ടുമല്ലോ. ഒരു ഉണ്ട ഉരുട്ടിയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ കാണാൻ ഒരു ഭംഗിയാണ്, കഴിക്കുമ്പോൾ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള മാംഗോ കോക്കനട്ട് ലഡു റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കാണാനൊരു ഭംഗിക്ക് നട്ട്സ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 20 ലഡു ഒക്കെ ഉണ്ട്. പിന്നെ അത് ഉരുട്ടുന്ന വലുപ്പത്തിനനുസരിച്ച് എണ്ണത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും. എത്ര പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ നമ്മുടെ മാംഗോ കോക്കനട്ട് ലഡു. ഇതുപോലത്തെ ലഡു നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഒരു പ്രത്യേക ടേസ്റ്റുള്ള മാംഗോ കോക്കനട്ട് ലഡു ആണിത്. എവിടെയും കിട്ടില്ല ഈ ഒരു ടേസ്റ്റിൽ മാംഗോ കോക്കനട്ട് ലഡു. കണ്ടില്ലേ, നല്ല ജ്യൂസി ആയിട്ടുള്ള മാംഗോ കോക്കനട്ട് ലഡു ആണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പ്രത്യേക രുചിയാണ്. നട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല ആക്ച്വലി. ലഡു തന്നെ നല്ല ടേസ്റ്റാണ്. പുളിയൊന്നും അങ്ങനെ അറിയുന്നില്ല. നല്ല മാംഗോൻ്റെ ഫ്ലേവർ ഉണ്ട്. മാംഗോയും കോക്കനട്ടും കൂടെ ചേരുമോയെന്ന് സംശയം വേണ്ട കേട്ടോ. നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് മാംഗോ കോക്കനട്ട് ലഡു. ശരിക്കും പറഞ്ഞാൽ സെയിലൊക്കെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ബേക്കറികളിലൊക്കെ ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല മൂവ്മെൻ്റ് ആയിരിക്കും. ഒരുപാട് ബേക്കറി ഓണേഴ്സൊക്കെ ഉണ്ട് നമ്മുടെ ചിക്കൂസ് ടൈനിൽ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ റെസിപ്പി എങ്ങനെയുണ്ടെന്ന് പറയണേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.